പൊട്ടറ്റോ അങ്ങനത്തെ ഷെയ്ഡ് ഉണ്ട് ആൽക്കഹോളിക് മാർക്കറിൽ. എൻ്റെ മാർക്കറിലുണ്ട് ഷെയ്ഡ് നമ്പർ 12 എന്തോ. അതേപോലത്തെ ഒരു സംഭവം അടിച്ചാൽ ആ പിക്ചറിന്റെ രീതി തന്നെ കുളവുന്നുണ്ട്. അവിടെ കുറെ നമുക്ക് വേണ്ടാത്ത കളറായ കുറെ ഗ്രേ ആണ്.
കാണിച്ചു തരാം. എൻ്റെ ഫുള്ള് ഇതേപോലത്തെ കളറൊക്കെയാണ്. എൻ്റെ ഇതേപോലത്തെ ഗ്രേ ആണ്. ഈ WG2 വോം ഗ്രേ എന്നൊക്കെ പറയണ കൂൾ ഗ്രേ ഞാൻ പറഞ്ഞില്ലേ, CG9 കൂൾ ഗ്രേ ഇതേപോലത്തെയാണ് ഫുൾ ഗ്രേ. ഇതിൽ പിന്നെ സ്കിൻ കളറൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടറ്റോ ബ്രൗൺ. എവിടെ കാണിച്ച്? ഞാനും ഇത് അടിച്ചു നോക്കിയപ്പോ എനിക്ക് ലൈക്ക് ഈ ഒരു കളറാണെന്നോർത്ത് ഞാൻ അടിച്ചാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടിച്ചാണ്. പക്ഷെ ആ ഒരു കളർ ആയിരുന്നില്ല, കുറച്ച് ഡാർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്ത. കാണിച്ചു തരാം ബാക്കിൽ. ഇതേത് ബുക്കാ ഇത് ഇത് എനിക്ക് സ്കിൻ കളറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ കാണിക്കുന്ന കളറാണോ ഇതിൽ? അല്ല, അതാണ്. എന്തായാലും നല്ല ക്വാളിറ്റി ആണിത്. ഇങ്ങനെ വേണം അടിക്കാൻ, ഇങ്ങനെയല്ലേ അടിക്കണ്ടേ? പിന്നെ ഞാൻ ഈ സ്ഥലത്ത് അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് അടിക്കല്. മതി. ഇത് ഈ ഇതിൽ ടച്ച് ആലിബ. അപ്പോൾ ഇതില് ഷീറ്റ് നമ്പർ പൊട്ടറ്റോ ബ്രൗൺ വന്നിട്ട് 103. പൊട്ടറ്റോ ബ്രൗൺ സ്കിൻ കളറാണെന്ന് താരം അടിക്കണ്ട. ഇങ്ങനത്തെ സ്കിൻ കളർ ആവശ്യമെങ്കിൽ അടിച്ചോട്ടെ. കുറച്ചും കൂടെ ഒരു ഫെയർ ടോൺ ആണെങ്കിൽ അടിക്കരുത്. അത് തന്നെ. പൊട്ടറ്റോ ബ്രൗൺ യെല്ലോ വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇത് അടിച്ചു നോക്ക്. എനിക്കാകെ ഒരു എനിക്കാകെ ഈ ഒരു യെല്ലോ മാത്രമേ ഉള്ളൂ. ഈ ഒരു യെല്ലോന്റെ ഷെയ്ഡ് ഞാൻ വേണേൽ കാണിച്ചു തരാം. അതേപോലത്തെ പൊട്ട യെല്ലോ ആണ്. ഇത് യെല്ലോ ആണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല, ഇത് മറ്റേ യെല്ലോ ആയിരിക്കും. ഇത് നോർമൽ യെല്ലോ എന്ന് എനിക്ക് നോർമൽ യെല്ലോ എന്ന് എഴുതിയേക്കണം. ആണോ? ഇതിങ്ങനെ കളറുകൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. നല്ല മാർക്ക്. ഇത് ആണെന്ന് തോന്നുന്നു സ്കിൻ കളർ യെല്ലോ. ഇതല്ലെങ്കിൽ കഴിക്കും എന്തായാലും. സാൽമൺ പിങ്ക്, സാൽമൺ അല്ല, സോറി ഗൈസ്, അതാണെന്ന് തോന്നുന്നു. അവിടെ ഇത് നമുക്ക് ആദ്യം ഷെയ്ഡ് നമ്പർ 101 ഒന്ന് നോക്കാം. ഇത് സ്കിന്നാ. 101 അല്ലേ? യെസ് ഗൈസ്, സ്കിന്നാണ്. ഓക്കെ മതി. അങ്ങനെ അധികം ഉരക്കണ്ട. അടുത്തത് നമുക്ക് 2 സ്കിൻ കളർ ഉണ്ടെന്ന്. ഇത് ഡാർക്ക് ടു ലൈറ്റ് ടോൺ ആണല്ലേ സ്കിന്നിനുള്ള. ശരിയാ. നമുക്ക് ഡാർക്ക് ഫേസും സാൽമൺ പിങ്കാ അങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെ കളർ ആയിരിക്കും ഗൈസ്, ഓറഞ്ച് ആയിരിക്കും. ഇതൊരു സ്കിന്നാണ് കേട്ടോ. ഇതാണ് ഒരു സ്കിന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഇതാണ് ഗൈസ് കുറച്ചും കൂടെ. സ്മജ് പ്രൂഫ് ആണോന്ന് വെച്ചാൽ എല്ലാ ആൽക്കഹോളിക് മാർക്കേഴ്സും സ്പ്രെഡ് ആവട്ടോ. ഏറ്റവും വില കൂടി ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വൈറ്റ് ഒക്കെ തന്നെയാണെങ്കിൽ അത്രയും സ്മജ് ആകത്തില്ല. യെസ്. മറ്റേ അങ്ങനെ എന്തോ പ്രൊണൗൺസിയേഷൻ ഉള്ള ഇമ്പോർട്ടൻറ്റ് മാർക്കേഴ്സ് ആണ് തോന്നുന്നത്. അതിന് 300-200 എന്നത്തിന് തന്നെ 13,000 ഒക്കെയാണ് ഓൺലൈനിൽ കണ്ടത്. അതൊക്കെ ചിലപ്പോൾ ഒട്ടും സ്പ്രെഡ് ആവില്ലായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ജസ്റ്റ് 300-400 റുപ്പീസ് ആണ് കേട്ടോ. ആക്ച്വലി ബാറ്ററി പെർസെൻറ്റേജ് ലോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഷെയ്ഡെല്ലാം ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ 2-3 കുറേ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഗ്രേ പോലത്തെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഗ്രേ ഉണ്ട്, പിന്നെ വൈറ്റ് ഇല്ല, ബ്ലാക്ക് ഉണ്ട്. എനിക്ക് ആക്ച്വലി കൂടുതലും ഗ്രേ കൊണ്ടിട്ടുള്ള ഉപയോഗമൊന്നും വരാറില്ല. എന്തെങ്കിലും ഗ്രേ ശരിക്കും വരുത്താൻ തരണ്ട, ഗ്രേ അധികം ഉപയോഗിക്കാറില്ല. വല്ല സ്കിൻ ഷെയ്ഡൊക്കെ കുറേ തിരയുന്നൊന്നുമില്ല. ബ്ലാക്ക് എന്തായാലും ഗ്രേയിൽ അത്രയും ഉൾപ്പെടുത്തില്ലല്ലോ. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് എന്ന് മാത്രം പറയാം. 1 മിനിറ്റ് തുറന്ന് വെച്ചാൽ അത് വേഗം വറ്റിപ്പോവും. ആണോ? തുറന്നോക്കല്ലേ? തുറന്ന് വെക്കത്തില്ല. എന്നിട്ട് ആ സൗണ്ട് കേൾക്കണം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ, എന്നാലാണ് പറയാൻ പറ്റുള്ളൂ. എന്നാലാണ് അതൊന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം അടിച്ചു കാണിക്കോ? 5% ഉള്ളു കേട്ടോ. ഞാൻ വേഗം ചെയ്യാം. ഞാൻ ഷെയ്ഡ് നമ്പർ ഇപ്പുറത്തേക്ക്. ഇതൊരു വോം ഗ്രേ ആണ്. വോം ഗ്രേ ഷെയ്ഡ് നമ്പർ. ഓക്കെ, വോം ഗ്രേ കളർ ഇതാണ്. ഇത് കൂൾ ഗ്രേ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണെന്നോ? തനി ബ്ലാക്ക് പോലെ ഉണ്ട്. എവിടെ ബ്ലാക്കിൻ്റെ ടോപ്പ് മാറിപ്പോയി? ഇല്ല, കൂൾ ഗ്രേ CG7. ബ്ലാക്ക് എടുത്തില്ലേ നീ? ഇല്ല. എന്താ ബ്ലാക്ക് എടുക്കാല്ല. ഞാൻ വേഗം കാണിച്ചോട്ട്. ബ്ലാക്ക് എടുക്കണ്ട. ഏകദേശം ഇതേപോലത്തെ ഒരു കളറാണ്. ബ്ലാക്ക് എല്ലാവർക്കും അറിയാം. സ്ഥലത്ത് ഈ ഒരു കളറാണ്. ഇത് WGO5.
ഞാൻ ഷെയ്ഡ് നമ്പർ എഴുതി കാണിക്കണം. കൂടുതലും ഗ്രേ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഗ്രേ ആവശ്യമൊക്കെ ഉണ്ട്. എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നില്ലേ? ഗൈസ് നമ്മളിതെല്ലാം ചെയ്തിട്ട് നിങ്ങളെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഗ്രേ എല്ലാം അടിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇതെല്ലാമാണ് ഷെയ്ഡ് വന്നിട്ട്. ഇതൊരു WG എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. സൈഡിൻ്റെ കയ്യിൽ മാർക്കറൊക്കെ WG2 കണ്ടോ? ഇതൊരു വോം ഗ്രേ അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഗ്രേ എല്ലായിടത്തും ഉള്ളിലിട്ടതാണ്. ഇത് CG7 എന്ന് പറയുന്നത്. ഇത് WG0.5 എന്ന് പറയുന്നൊരു ഷെയ്ഡ്. ഇത് CG1. പിന്നെ ഇത് WG6, WG8, WG3, WG4, W ആണത്. സോറി അത് WC അല്ലേ? ഇത് C. ഇത് CG5, ഇത് CG9 ഗൈസ്. പിന്നെ ഇത് ബ്ലാക്കും. അപ്പൊ ഇത്രയും ഗ്രേ ആണ്. ഗ്രേ എനിക്ക് കുറച്ച് ഗ്രേ ആയിട്ട് ഫീൽ ചെയ്തത്. ഇതാണ് കേട്ടോ ബ്ലാക്ക്. ഇതാണ് ബ്ലാക്ക്. ഏകദേശം ഒരു ഇതേപോലത്തെ കളർ. ഇത് ബ്ലാക്കും എനിക്കിതിൽ പെർഫെക്റ്റ് ഗ്രേ ആയിട്ട് ഫീൽ ചെയ്തേക്കുന്ന ഈ ഒരു കളർ എനിക്ക് ഗൈസ്. അപ്പം ഇതെല്ലാമാണ് ഗ്രേ ആയിട്ട്. പക്ഷേ സ്മഡ്ജ് പ്രൂഫ് ആണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയൂല അല്ലേ സാർ? സ്മഡ്ജൊക്കെ ആവും. എന്തായാലും ബുക്കിലൊക്കെ വരക്കാനാണെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. ഐ മീൻ സൈഡിൻ്റെ ചുണ്ട് കണ്ടോ? ചോര പൊന്നുണ്ടോ? അത് ക്ലൈമറ്റ് ചേഞ്ച് എന്തോ ആണ്. ഇന്നലെയൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ ചോര ഭയങ്കര. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുമോ സാറാ? ലിങ്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ടാഗ് ചെയ്യാനേ പറ്റുള്ളൂ. ഓ നോക്കാം നമുക്ക് വ്യൂ പ്രോഡക്റ്റ് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ. എന്തായാലും നല്ല ക്വാളിറ്റി ഒക്കെയാണ്. അപ്പം ഞാനൊന്നില്ലെങ്കിൽ സെയിം സാധനം തന്നെ വാങ്ങും ഗൈസ് അല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായാലും ഇങ്ങനത്തെ ഒരു കവർ വേണമെന്ന്. ഞാൻ ഇങ്ങനത്തെ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിക്കോത്തില്ല. 48 എന്നാണ് കേട്ടോ. ഞാൻ എണ്ണി നോക്കാം. 48 തന്നെയുണ്ട്. എപ്പോഴും വരുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എത്ര പീസ് ഉണ്ട്. ഇപ്പൊ ആൽക്കഹോളിക് മാർക്കർ ആവണമെന്നില്ല. ഇവനിപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കിന്റെ സെറ്റ് വാങ്ങാന്ന് വിചാരിച്ചോ, അതും എണ്ണി നോക്കണം. അത്രയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം. അല്ലാതെ ഒരു പറ്റിച്ചിട്ട് നമ്മളെ കാര്യമില്ല. ഞാൻ എൻ്റെ ആൽക്കഹോളിക് മാർക്കർ വന്നപ്പോൾ ഞാൻ കറക്റ്റ് എണ്ണി നോക്കി. കറക്റ്റ് 24 വന്നു. ചിലപ്പോഴൊക്കെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് കേസ്. അപ്പം ഈ ഒരു ആൽക്കഹോളിക് മാർക്കറിന്റെ ലിങ്ക് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ പറ്റണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വർക്കായില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പൊ കുറെ ദിവസമായല്ലോ. വാങ്ങിയ സ്റ്റോറേജ് നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയൊരു പിക്ചർ വരച്ചിട്ട് എന്തായാലും നല്ലതാണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും 60 എണ്ണത്തിന്റെ അല്ലെങ്കിൽ 48 എണ്ണത്തിന്റെ എന്തായാലും ഞാൻ വാങ്ങും ഉറപ്പാ. അത് ഈ ബ്രാൻഡ് ടച്ചിന്റെ. പക്ഷെ 60 എണ്ണത്തിന് നല്ല പൈസ ഉണ്ട് കേട്ടോ. ടച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ബ്രാൻഡ്. എന്നാലും എനിക്ക് ഫ്ലിപ്കാർട്ടിൽ മറ്റേ ഓഫർ ടൈം നടക്കണോണ്ടാണ് അത്രയും വില കുറവ്. എനിക്ക് തോന്നുന്നു എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ നിന്നാണ് തോന്നുന്നു 745 സംതിങ് പറയുന്ന 60 ഷെയ്ഡിന് ഞാൻ കണ്ടേ. ടച്ചിൻ്റെ ആ ഒരു പ്രൈസാണ് ഗൈസ്. ഫോണിൽ ബാറ്ററി പെർസെൻറ്റേജ് ലോ ആവുന്നുണ്ട്. അപ്പോൾ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ദിവസം ഒരുപാട് ദിവസത്തിന് ശേഷം ട്യൂഷൻ ഉണ്ട്. ഡെയിലി റെഗുലറായിട്ട് ട്യൂഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോഴാണ് 3:15 ആ ഒരു ടൈം. 3:30 ആവില്ല. എന്നാലും ഏകദേശം ബ്ലോക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 3:30 3:15 ഒക്കെ ആകുമ്പോൾ വരും. 4 o'clock ആകുമ്പോൾ ട്യൂഷൻ. ഒരു 6:30 ആകുമ്പോൾ ട്യൂഷൻ കഴിയും. നമ്മൾ ലേറ്റ് ആവുന്നെങ്കിൽ ഒരു 7 കേട്ടോ. ലേറ്റ് ആവണമെങ്കിൽ ചിലപ്പോഴൊക്കെ ചേച്ചി 4:30 തന്നെയാണെങ്കിൽ ഒരു 7 ഒക്കെ ആകുമ്പോൾ ട്യൂഷൻ കഴിയും. അതിന് നേരെ ഡാൻസ് 9:30 ആകുമ്പോൾ വീട്ടിലെത്തും. എന്തെങ്കിലും അല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. പിന്നെ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ചെയ്യും. ഈ ഇടയായിട്ട് ഈ 2-3 ദിവസമായിട്ട് നമുക്ക് ടൈമേ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ടോ നേരം. ഇന്നലെ ചെയ്താ? ഇന്നലത്തെ മാത്രമേ ചെയ്യാണ്ടുള്ളൂ. ഞാൻ ഇന്നത്തെ മാത്രമേ അല്ല, ബാക്കിയുള്ള അയച്ചു കൊടുക്കാറില്ലല്ലോ. ഏത് ക്ലാസ്സിൽ വന്നിട്ട് ഇന്നല്ലേ ചെയ്യണം? അല്ലല്ലോ, ഞാൻ വരുമ്പോ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് ചെയ്യോ? ഇല്ല. പിന്നെ സ്കൂളിൽ ഇരുന്ന് അന്ന് ഒരു ദിവസം ഞാൻ രാത്രി ഇരുന്ന് ചെയ്തു. എന്നിട്ട് ഒരു 4 വേർഡ് എന്തോ എഴുതാനുണ്ടായിരുന്നു. അന്നൊരു ദിവസം ഞാൻ സ്കൂളിൽ ഇരുന്ന് ചെയ്ത്. എന്നിട്ട് പിറ്റേ ദിവസം ചേച്ചിനെ ഞാൻ കാണിച്ചു കൊടുത്തു. ബൈ ബൈ.
സേറ വലിയ ആളാവാൻ നിക്കണേനെ ഡെയിലി ബുക്ക് കൊണ്ടുപോകാറുണ്ട് സ്കൂളിലേക്ക്. ഇന്നത്തെ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്, ടേബിൾ എഴുതിയിട്ടുണ്ട്. സയൻസാ? സയൻസിന്റെ അടുത്ത് അതിന് പഠിക്കാനാ പറഞ്ഞത്. എല്ലാം ചെയ്താ? എനിക്ക് 10 എഴുതാനുണ്ടായിരുന്നു. ടേബിൾ എഴുതാനുണ്ട്, കുറച്ചും കൂടെ എഴുതാനുള്ളൂ. 1 to 9 വരെ ടേബിൾ എഴുതണം ഗൈസ്. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്ത. പിന്നെ എക്സാമും കൂടെ വരുന്നുണ്ട്. ജാനുവരിയിലാണ് എക്സാം. നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ പഠിക്കണം. അപ്പൊ നമുക്ക് ഫ്രൈഡേ ട്യൂഷൻ. മാത്സിനും സയൻസിനും അല്ല, മാത്സിനും ഹിന്ദിക്കോ ട്യൂഷൻ, സൈനൊക്കെ ഓൾ സബ്ജക്ട് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ്, നമ്മൾ അങ്ങോട്ടേക്കല്ല പോവല്. അപ്പോൾ നല്ലതാണ്, നല്ല ട്യൂഷനാണ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തന്നെ ചേച്ചി അല്ലേ? ഞാൻ പൊക്കി പറയണെന്നല്ല, ഞാൻ സത്യമായിട്ടും അല്ല. ഞാൻ ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. ഇതെല്ലാം നമ്മൾ ആ ട്യൂഷൻ ക്ലാസ്സിനെ കുറിച്ച് വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായി, നമ്മൾ അപ്ലോഡ് ആക്കിയില്ല കേട്ടോ. അന്ന് നമ്മളമ്മയുടെ റൂമിൽ ഇരുന്നെടുത്തായിരുന്നില്ലേ? അപ്പം എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു മടിയുണ്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട്. ഗൈസ് നമ്മൾ പോയി ചെയ്യട്ടെ. ചേച്ചി വൈകുന്നേരം വരുമ്പോൾ കാണിച്ചു കൊടുക്കണം അല്ലേ സാറ? അപ്പൊ പറ്റണമെങ്കിൽ 19 മിനിറ്റ് ആയല്ലേ വീഡിയോ? 19 മിനിറ്റ്സ് ആയി. 20 മിനിറ്റ്. സാർ ഇതുവരെ ബ്രഷ് പോലും ചെയ്തിട്ടില്ല ഗൈസ്. ഫുഡ് കഴിച്ചാ? ഞാൻ ഫുഡ് കഴിച്ചു, ബ്രഷ് ചെയ്തു. എണീച്ചപ്പോ തന്നെ സൈന വീഡിയോ എടുക്കാൻ പറയും. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നല്ല വിശക്കാനുണ്ട്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഉപ്പുമാവ്. ഞാൻ പക്ഷെ ബ്രെഡും ജാമും കഴിച്ചു. ബൈ ഗൈസ്.